നമസ്കാരം. ക്ഷേമ പെൻഷൻ സംബന്ധിച്ച അടിയന്തര അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ വിവരങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഗുണഭോക്താക്കൾ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. ഇനി ആർക്ക് സമർപ്പിക്കണം? ഇതുവരെ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ലാത്തവർ മാത്രം ഇത് നൽകിയാൽ മതി. മുമ്പ് നൽകിയവർ ഇത് നൽകേണ്ട ആവശ്യം വരുന്നില്ല. 2026 ജൂൺ 30-നകത്ത് ഇത് സമർപ്പിക്കേണ്ടതാണ്. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പക്ഷം പെൻഷൻ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യപ്പെടും. പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല. അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇനി നിങ്ങളിൽ ബാധിക്കുന്ന പെൻഷൻ പദ്ധതികൾ വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, മറ്റ് ക്ഷേമ പെൻഷൻ പദ്ധതികളാണ്. അതിനാൽ ഇതുവരെ സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഉടൻ സമർപ്പിക്കുക. അടുത്ത വാർത്താ അപ്ഡേറ്റ്. കേരളത്തിൽ നിലവിൽ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിലുണ്ടെങ്കിലും പരിമിതമായ ആളുകൾക്കാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. എന്നാൽ ഈ പദ്ധതി ഉൾപ്പെടാത്തവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി 2 ലക്ഷം രൂപ വരെയും വൃക്ക രോഗികൾക്ക് 3 ലക്ഷം രൂപ വരെയും ധനസഹായം ലഭിക്കുമെന്ന കാര്യം പലർക്കും അറിയില്ല. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലോ കാസ്റ്റ് കാർഡിലോ ഉൾപ്പെടുത്താത്ത കുടുംബങ്ങൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അപ്രതീക്ഷിത രോഗങ്ങളും അപകടങ്ങളും ഒരു സാധാരണ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന സാഹചര്യത്തിൽ ചികിത്സാ ധനസഹായ പദ്ധതികൾ വിപുലീകരിക്കുക എന്നതാണ് വലിയ ആവശ്യം. നിലവിൽ പരിമിതികൾ പരിഹരിക്കാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളും വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. UDF അധികാരത്തിൽ വന്നാൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് വർഷത്തിൽ 25 ലക്ഷം രൂപയുടെ ചികിത്സാ കവറേജ് ഉറപ്പു നൽകും. ഈ പദ്ധതിയുടെ പ്രത്യേകത പുതിയ ആളുകൾക്കും എളുപ്പത്തിൽ ചേരാൻ കഴിയുമെന്നതാണ്. LDF അധികാരത്തിൽ വന്നാൽ നിലവിലെ 5 ലക്ഷം രൂപയുടെ പരിധി പൂർണ്ണമായി ഒഴിവാക്കി പരിധിയില്ലാത്ത ആരോഗ്യ സുരക്ഷാ പദ്ധതി നടപ്പിലാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അടുത്ത മാസം 4-ാം തീയതി പുറത്തുവരുന്ന തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും. അടുത്ത വാർത്താ അപ്ഡേറ്റ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അറിയിപ്പനുസരിച്ച് ഏപ്രിൽ മെയ് മാസത്തിലെ റേഷൻ വിതരണം ഒരുമിച്ച് നടക്കുന്നു. ഏപ്രിൽ 4-ാം തീയതി മുതൽ ആരംഭിച്ച ഈ വിതരണത്തിലൂടെ ഗുണഭോക്താക്കൾക്ക് 2 മാസത്തെ റേഷൻ ഒരേ സമയം കൈപ്പറ്റാം. എന്നാൽ ഏപ്രിൽ മാസത്തെ വിതരണം ഏപ്രിൽ 30-ന് അവസാനിക്കും. അതിനാൽ 2 മാസത്തെ റേഷൻ ഒരുമിച്ച് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഏപ്രിൽ 30-ന് മുമ്പ് വാങ്ങണം. ഏപ്രിൽ കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ വിഹിതം ലഭിക്കില്ല. മെയ് മാസത്തെ റേഷൻ വിഹിതം 30 വരെ ലഭിക്കും. ഏപ്രിലിൽ തന്നെ മെയ് മാസത്തെ കൂടി റേഷൻ വാങ്ങിയവർക്ക് പിന്നീട് മെയ് മാസത്തെ റേഷൻ ലഭിക്കുകയില്ല. എല്ലാവരും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം വൈകുന്നു. 1000 രൂപ വിതരണത്തിനായി ഗുണഭോക്താക്കൾ കാത്തിരിക്കുകയാണ്. വിഷുവിന് മുമ്പ് മറ്റ് ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നിട്ടില്ല. ഏകദേശം 1 ലക്ഷം പുതിയ അപേക്ഷകൾ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്. പുതിയ അപേക്ഷകൾക്ക് ഈ മാസത്തെ തുക ലഭിക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ മുമ്പ് ലഭിച്ചിരുന്നവർക്ക് തടസ്സമില്ലാതെ തുക ലഭിക്കും. ഫെബ്രുവരിയിൽ തുക ലഭിച്ച് മാർച്ചിൽ ലഭിക്കാത്തവർക്ക് ഏപ്രിൽ 2000 രൂപ ലഭിക്കും. സാധാരണ 25-ാം തീയതിയോടെ വിതരണം നടക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഈ മാസം ലഭിക്കില്ലെന്നും അടുത്ത മാസത്തിന് ശേഷം മാത്രമേ തുക ലഭിക്കൂവെന്ന സൂചനയും വന്നിട്ടുണ്ട്. അടുത്ത വാർത്താ അപ്ഡേറ്റ്. ഡിജിറ്റൽ ഇടപാടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾ പൂർത്തിയാക്കാൻ ഇനി 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും. ഗൂഗിൾ പേ, ഫോൺ പേ, ATM തുടങ്ങിയ UPI ആപ്പുകൾ വഴി പണമയച്ചാൽ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കാൻ 1 മണിക്കൂർ സമയമെടുക്കും. കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം 22,031 കോടി രൂപ നഷ്ടപ്പെട്ടതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വ്യക്തമാക്കുന്നു. വ്യാജ കോൾ സെന്ററുകളുടെ ഡീഫാക്ട് സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നടപടി. ഗോൾഡൻ അവർ എന്നറിയപ്പെടുന്ന ആദ്യ മണിക്കൂർ ഉപഭോക്താവിന് നിർണായകമാണ്. സംശയാസ്പദമായി ഇടപാടുകൾ റദ്ദാക്കാൻ ഈ സമയം സഹായിക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് കടുത്ത ഉഷ്ണതരംഗവും ഉയർന്ന താപനിലയും തുടരുന്നതിനിടെ ആശ്വാസമായി വേനൽ മഴ എത്തുമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഏപ്രിൽ 28 മുതൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടുകൂടി വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ താപനിലയിൽ കുറവുണ്ടാകും. മെയ് ആദ്യവാരത്തോടെ മഴ കൂടുതൽ സജീവമാകുമെന്നാണ് സൂചന. നിലവിൽ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. മറ്റ് ജില്ലകളിലും ഉയർന്ന ചൂടും അന്തരീക്ഷ ആർദ്രതയും കാരണം അത്യുഷ്ണ സാഹചര്യം തുടരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുൻകരുതലുകൾ കർശനമായി പിന്തുടരണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. തുറന്ന സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് സൂര്യാഘാതം ഉണ്ടാക്കുന്നു. ത്വക്ക് രോഗങ്ങൾ, നേത്ര രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. അതിനാൽ തന്നെ അൾട്രാവയലറ്റ് രശ്മികളുടെ സ്വാധീനം കൂടുതലുള്ള പകൽ സമയം 10 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് പരമാവധി ഒഴിവാക്കുക. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്.
ഏറ്റവും അവസാനത്തെ വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച 24 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 14,020 രൂപയായി. പവന് 4,000 രൂപ കുറഞ്ഞ് 1,02,60 രൂപയിലാണ് വ്യാപാരം നടന്നത്. ഇതോടെ ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനിയും ഇതുപോലുള്ള അപ്ഡേറ്റ്സ് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.